വിലങ്ങാട് ഉരുൾപൊട്ടലിൽ നാശം വിതച്ച മേഖലകളിൽ ഡ്രോൺ സർവേ വീണ്ടും തുടങ്ങി. ലേസർ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് എറണാകുളവും കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സ്വകാര്യ കമ്പനി സർവേ നടത്തുന്നത്. ഉരുൾപൊട്ടൽ നടന്ന 4 ദിവസത്തിന് ശേഷം 6 സ്ഥലങ്ങളിൽ ഡ്രോൺ ടീം സർവേ നടത്തി റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് കൈമാറുകയായിരുന്നു. വിവരങ്ങളുമായി ആനന്ദ് പുത്തൂർ ചേരുകയാണ്. ആനന്ദ്, വിശദാംശങ്ങൾ. സെക്കൻഡിൽ 2,40,40,000 ലേസർ ബീമുകളാണ് ഈ പുറത്തേക്ക് പോകുന്നത്. എത്ര കാട് പിടിച്ച സ്ഥലങ്ങളായാലും ഭൂമിയുടെ ഘടന മനസ്സിലാക്കാൻ കഴിയും എന്നാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഇതിന്റെ ഒരു ഗുണവശം മനുഷ്യർക്കോ മൃഗങ്ങൾക്കോ യാതൊരു വിധത്തിലുള്ള ദോഷങ്ങളോ ഉണ്ടാകില്ലെന്നാണ് അധികൃതർ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ ഉരുൾപൊട്ടൽ നടന്ന 4 ദിവസത്തിന് ശേഷം 2 ദിവസങ്ങളിലായി ഈ ഡ്രോൺ ടീമുകൾ 6 സ്ഥലങ്ങളിൽ സർവേ നടത്തി റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് കൈമാറിയിരുന്നു. ഇപ്പോൾ അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള അടുത്ത ഘട്ടത്തിലുള്ള ഒരു സർവേയാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ റിപ്പോർട്ടും കളക്ടർ കൈമാറുകയും തുടർന്ന് ഈ നിയമസഭാ പരിസ്ഥിതി സമിതി അംഗങ്ങൾ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു തീരുമാനം എടുക്കുകയും ഏതാണ്ട് 300 കോടിയോളം രൂപയാണ് പ്രാഥമികമായി നാശനഷ്ടങ്ങൾ കണക്കാക്കിയിരുന്നത്. ഒരുപക്ഷെ ഈ സർവേ കഴിയുന്നതോടുകൂടി അതിന്റെ കുറച്ചുകൂടി കൃത്യമായിട്ടുള്ള ഒരു കണക്ക് ലഭിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷ.